ഹലോ സുഗമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് നമ്മുടെ ദേവികയുടെ അനിയത്തി നമ്മുടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോഴത്തെ കാലത്ത് പെണ്ണുങ്ങൾ തന്നെയാണ് പെണ്ണുങ്ങളെ തടവിലാക്കുന്നത് എന്ന് നമ്മുടെ പ്രഭാവതിയെ കൊള്ളിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടേ. അപ്പൊ നമ്മുടെ ഈ അനിയത്തിയുടെ ഈ ഒരു പ്രസംഗവും കാര്യങ്ങളൊക്കെ പ്രഭാവതിയും രചനയും കൂടി ടിവിയിലൂടെ കാണുന്നുണ്ട്. ഇവര് രണ്ടുപേരും കൂടി പറയുന്നുണ്ട്, ദേവികനേലും ഭയങ്കരിയാണ് ഇവളെയാണ് സൂക്ഷിക്കേണ്ടത് അമ്മേ എന്ന് നമ്മുടെ രജനി പ്രഭാവതിയോട് പറയുന്നുണ്ടേ. അന്ന് തന്നെ രാത്രി നമ്മുടെ ദേവികയുടെ അനിയത്തി കൂട്ടുകാരിയായിട്ട് ഇങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ദേവികയുടെ അനിയത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഈ കൂട്ടുകാരിയാണ് ദേവികയുടെ വീട്ടിൽ വന്ന് വിവരം പറയുന്നത്, ഇങ്ങനെ അവളെ പിടിച്ചുകൊണ്ട് പോയി എന്നുള്ളൊരു കാര്യം കേട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ ദേവികയുടെ അമ്മ രാധിക അമ്മ നമ്മുടെ പ്രഭാവതിയെ വിളിച്ച് പറയുന്നുണ്ട്, എന്റെ മോളൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് താ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പ്രഭാവതി ആളാകെ മാറിപ്പോയി. പ്രഭാവതി പറയുന്നുണ്ട്, അതെന്റെ കാര്യമല്ല, നീ വല്ല പണിക്കും പൊടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാധികേനെ ഇങ്ങനെ ആട്ടി വിടുന്നുണ്ടേ. അപ്പൊ നമ്മുടെ ചന്ദ്രോത്ത് കുടുംബം മൊത്തം ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുവാണ്. പോരാത്തതിന് നമ്മുടെ സിദ്ധാർത്ഥനോട് പ്രഭാവതി പറയുന്നുണ്ട്, അവൾ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല, അവളുടെ അഹങ്കാരത്തിനുള്ള മറുപടി അവൾക്ക് കിട്ടി എന്ന് പ്രഭാവതി പറയുന്നുണ്ട്. അപ്പൊ പ്രഭാവതി പഴയ ആ ഒരു ഗുണ്ട പ്രഭാവതിയായിട്ട് മാറുകയാട്ടോ. അപ്പൊ ഇനി ഒരു രക്ഷയില്ല എന്നർത്ഥം പ്രഭാവതിനെ, അല്ലെ? കാത്തിരുന്നേനെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.